ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യത്തിൽ എന്താണ് നല്ലത് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചില സൈൻ ലഭിക്കുന്നുണ്ട്. ഏഞ്ചൽ നമ്പർ ത്രൂ അല്ലെങ്കിൽ ഫെദേഴ്സ് ത്രൂ നിങ്ങൾക്ക് സൈൻ ലഭിക്കുന്നുണ്ട്. ഇവിടെ എന്തോ നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ എന്തോ ഒരു ആഗ്രഹം നടക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളോട് പറയുന്നുണ്ടാകും നിങ്ങളുടെ ലൈഫിൽ നല്ല എന്തോ സംഭവിക്കാൻ പോകുകയാണ് എന്ന്. ഇവിടെ സന്തോഷം നിറഞ്ഞ ആ ഒരു സാഹചര്യം അതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. മൊബൈലിലായാലും വീഡിയോ നമ്മൾ കാണുമ്പോൾ ഇല്ലേ, അല്ലെങ്കിൽ സീരിയലിലായാലും സിനിമയിലായാലും നിങ്ങൾ എന്താണോ വയ്ക്കുന്ന അവിടെ സന്തോഷമാണ് കാണാൻ സാധിക്കുന്നത്, ദുഃഖമല്ല. അങ്ങനെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് പുറത്തോട്ട് ഇറങ്ങിയാലും എവിടെയെങ്കിലും സന്തോഷം നിറഞ്ഞ സാഹചര്യം, അതായത് എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു എന്തോ ഒരു കാര്യത്തിന്, അങ്ങനെയൊക്കെ സാഹചര്യം കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരേപോലത്തെ സൈൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനും നിങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. പല സൈനും നിങ്ങൾക്ക് തരുന്നു, അതും നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ എന്ത് ആഗ്രഹമാണോ അത് വളരെ പെട്ടെന്ന് തന്നെ പൂർണ്ണമാകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം ഉള്ള ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 50 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നുണ്ട് ഒരു കാര്യം, അതായത് നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ പോവുകയാണ് എന്ന്. ഇല്ല എങ്കിൽ ഈ ഒരു ദിവസങ്ങളിൽ ഒരേ സമയത്ത് നിങ്ങളുടെ ആ ഒരു ഉറക്കം നിങ്ങൾ ഉണരുന്നു. 3 തൊട്ട് 6 മണിക്കുള്ളിൽ ഒരേ സമയം നിങ്ങൾ എണീക്കുന്നു. അതായത് 5 മണിക്ക് സ്ഥിരമായിട്ട് എണീക്കുന്നു, അല്ലെങ്കിൽ 6 മണിക്ക് സ്ഥിരമായിട്ട് എണീക്കുന്നു, അല്ലെങ്കിൽ 4 മണിക്ക് സ്ഥിരമായിട്ട് എണീക്കുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എണീക്കാൻ സാധിക്കുന്നു. ഇതും നിങ്ങൾക്ക് എന്തോ വിശേഷമായിട്ട് സംഭവിക്കാൻ പോകുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ എണീക്കുന്നത്. ഇവിടെ നിങ്ങൾ ആരെയാണോ ഭക്തിപൂർവ്വം വിളിക്കുന്ന അവരെ സ്മരിക്കുക, അല്ലെങ്കിൽ 5 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ 3-നും 5-നും ഉള്ള മുഹൂർത്തമാണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. ആ സമയം നിങ്ങൾ ആരും വിളിക്കാതെ തന്നെ ഉണരുന്നുണ്ട് എങ്കിൽ അത് എന്തോ നല്ല കാര്യത്തിനാണ് സൂചിപ്പിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ട് നിങ്ങൾ ഉണരുന്നതായിട്ട് ആരോ വിളിക്കും പോലെ നിങ്ങൾക്ക് തോന്നും. അങ്ങനെ നിങ്ങൾ അതും നല്ല കാര്യമാണ്. അല്ലാതെ നിങ്ങളുടെ വീട്ടിലുള്ളവർ വിളിക്കാതെ മൊബൈലിൻ്റെ സൗണ്ട് കേൾക്കാതെ അല്ലാതെ നിങ്ങൾ ഉണരത്തില്ല, അതും നല്ല കാര്യമാണ്. ഇവിടെ വാട്ടറിൻ്റെ എനർജി സ്വപ്നത്തിൽ കാണുക, ശിവലിംഗം കാണുക, ഇതൊക്കെ നല്ലതാണ്. ഇവിടെ ഈ ഒരു സൈൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയൊരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം വരാൻ പോകുന്ന ഒരു മന്തിനുള്ളിൽ അല്ലെങ്കിൽ 12-15 ദിവസത്തിനുള്ളിൽ സാധ്യമാകും. ഇവിടെ നിങ്ങൾക്ക് ചുമ്മാ അബണ്ടൻസ് ലഭിക്കത്തില്ല. അതായത് നിങ്ങൾ എന്തോ ഒരു വർക്ക് ചെയ്യും, അതിൽ നിങ്ങൾക്ക് സക്സസ് പ്രാപ്തമാകും, അതിലൂടെ നിങ്ങൾക്ക് അബണ്ടൻസ് ലഭിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ബേസിനെ ആദ്യം നല്ല രീതിയിൽ ശക്തമാക്കാനാണ് ഏഞ്ചൽസും യൂണിവേഴ്സും ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പോക്കറ്റിൽ എപ്പോഴും പൈസ ഉണ്ടാവുകയുള്ളൂ. ബേസ് സ്ട്രോങ് അല്ലെങ്കിൽ പൈസ നമ്മളെ ഉണ്ടാവും, ഒരിക്കലും ഇല്ല. ഇവിടെ നിങ്ങളുടെ കരിയറിൽ എന്ത് കരിയറാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ, അതിലൊരു ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയുള്ള സോഴ്സ് യൂണിവേഴ്സായിട്ട് ക്രിയേറ്റ് ആക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ജോബ് ഇല്ല എങ്കിൽ പുതിയ ജോബ് ലഭിക്കും. ഇനി ഒരു പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് തുടങ്ങാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ലൊരു പാർട്ട്ണറിനെ നിങ്ങൾക്ക് ലഭിക്കും. വരാൻ പോകുന്ന ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ലഭിക്കും. ആ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു വ്യാപാരം, നിങ്ങളുടെ ആ ഒരു ബിസിനസ്, നിങ്ങളുടെ ആ ഒരു ജോബ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളെ സഹായിക്കാൻ വരുന്ന ആ ഒരു വ്യക്തി നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള ഒരു വ്യക്തിയായിരിക്കും അവർ. ഇവിടെ നിങ്ങൾ 813 ഈ നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് സെലിബ്രേഷൻ ഉണ്ടാവാൻ പോവുകയാണ് വരാൻ പോകുന്ന ദിവസം എന്ന്. അപ്പോൾ പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നതാണ്.
ഇവിടെ ചിലപ്പോൾ നേരിട്ട് നിങ്ങൾക്കൊരു ഓഫർ ഉണ്ടാകും. അതായത് എനിക്ക് നിങ്ങളുടെ കൂടെ നിന്ന് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ നേരിട്ട് നിങ്ങൾക്ക് ഓഫർ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളെ ചതിക്കുന്ന വ്യക്തി ആയിരിക്കത്തില്ല. നിങ്ങളെപ്പോലെ തന്നെ എങ്ങനെ ഈ ഒരു ബിസിനസ്സിനെ നല്ലതാക്കാം അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കും. ഇവിടെ 13 8 അല്ലെങ്കിൽ 813 ഈ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സംഘർഷങ്ങൾ അവസാനിച്ച് ഒരു സെലിബ്രേഷൻ്റെ മുകളിൽ നിങ്ങൾ എത്താൻ പോകുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ഈ നമ്പർ തന്നെ പറയാൻ തോന്നുന്നത് എന്തോന്ന് വെച്ചാൽ ആ നമ്പർ തന്നെ എനിക്ക് ഓർമ്മ വരുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ചിലപ്പോൾ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ നമ്പർ കാണാൻ സാധിക്കും. ഒരു 8888 നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സംഘർഷങ്ങൾ അത് അവസാനിച്ചിട്ട് നിങ്ങൾ വിജയത്തിൻ്റെ ആ ഒരു പടി കയറുവാൻ പോകുകയാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ 8 നമ്പർ എന്ന് പറയുന്ന സംഘർഷങ്ങളുടെ നമ്പറാണ്. ഈ ഒരു നമ്പർ നിങ്ങൾക്ക് ഒത്തിരി സംഘർഷങ്ങൾ തന്നിട്ടുണ്ടാകും. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് വിജയവും ഈ ഒരു നമ്പർ തരുന്നു. ഇവിടെ നിങ്ങളുടെ ഗ്രഹനിലയിൽ ശുക്രൻ്റെ ആ ഒരു ഇത് നല്ലതായിട്ടാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് അബണ്ടൻസ് നല്ല രീതിയിൽ ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ക്യാഷ് ഉണ്ടാവും. ക്യാഷിൻ്റെ കുറവ് ഒരിക്കലും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരത്തില്ല. അതായത് ചില സമയം നിങ്ങളുടെ ലൈഫിൽ ടവർ മൂവ്മെൻറ്റ് വരുന്നില്ല ഞാൻ പറയുന്നില്ല, വരും. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഒരു ടവർ മൂവ്മെൻറ്റ് ബാലൻസ് ആകുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ ചലഞ്ചസിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു, ഒത്തിരി വിഷമങ്ങൾ നിങ്ങൾ ആ ചലഞ്ചസിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അമ്മയുടെ സുരക്ഷാ കവചം നിങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഫ്യൂച്ചർ ആലോചിച്ച് പേടിക്കുന്നുണ്ടായിരിക്കും. എന്തായിരിക്കും എൻ്റെ ഫ്യൂച്ചർ, ഇനി നഷ്ടമാണോ എനിക്കുണ്ടാവാൻ പോകുന്നത്, അങ്ങനെയൊക്കെ പേടിക്കുന്നുണ്ടെങ്കിൽ ഒരു നഷ്ടവും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങളുടെ ആ ഒരു ധനത്തിലും നിങ്ങളുടെ കരിയറിലും നിങ്ങളിലും എല്ലാം ഒരു സുരക്ഷ ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ കുറച്ചൊന്ന് റിസ്ക് എടുത്തേ പറ്റത്തുള്ളൂ. ആ ഒരു റിസ്ക് നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ ക്രിയേറ്റ് ആവും നമ്മുടെ ലൈഫിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു റിസ്ക് എടുക്കേണ്ട അവസ്ഥ വരുന്നത്. സഡനായിട്ട് എന്തോ ഒരു തടസ്സം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു തടസ്സത്തിനെ നിങ്ങൾ നേരിട്ട് പുറത്തു വന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് സ്വയം തോന്നിയത് നിങ്ങൾ ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല, ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് എന്ത് പരീക്ഷയാണോ നേരിടേണ്ടി വന്നത് ആ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയിച്ച് പുറത്തു വരാൻ സാധിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് യൂണിവേഴ്സ് നിങ്ങളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങളായാലും അത് മാറുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് അബണ്ടൻസ് കിട്ടുകയും ചെയ്യും. ഇവിടെ ചില സമയം നമ്മുടെ ലൈഫിൽ മോശം കാര്യങ്ങൾ നടന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ നല്ലത് നടക്കത്തില്ല. അതേപോലെയാണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത് നിങ്ങളുടെ ലൈഫിൽ എല്ലാം മോശമായിട്ടാണ് നടക്കുന്നതെന്ന്. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഒരു മോശം സാഹചര്യം നിങ്ങൾ ഫേവറായിട്ട് വന്ന് നല്ലത് സംഭവിക്കാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ച് നിങ്ങളൊന്ന് ഈ ഒരു സ്ട്രെസ്സ് മാറ്റി ഒന്ന് നല്ലതായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് മുന്നോട്ടുള്ള ആ ഒരു ജീവിതത്തിൽ. അത് നിങ്ങളുടെ ഭാഗ്യത്തിൽ ഇങ്ങനെ നിങ്ങൾ വിജയം കൈവരിക്കും. മറ്റുള്ളവർ അത് കണ്ട് അത്ഭുതപ്പെടും. ആ രീതിയിലായിരിക്കും നിങ്ങൾ വിജയം കൈവരിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ സീറോയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. പക്ഷേ അവിടെ നിന്ന് ഒരു പുതിയ തുടക്കം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുക തന്നെ ചെയ്യും. കുറേ പ്രാവശ്യം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതായത് സീറോസിൽ നിങ്ങൾ പോയിട്ട് പിന്നെ നിങ്ങൾ ഒരു പുതിയ തുടക്കം കുറിക്കുന്ന അങ്ങനെ കുറേ പാറ്റേണായിട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര തന്നെ സീറോയിൽ പോയാലും നിങ്ങൾ അതിൽ നിന്നെല്ലാം മുന്നോട്ട് വന്നിട്ടുണ്ട്. അതാണ് ദൈവത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഈശ്വരൻ്റെ പ്ലാനിങ് നിങ്ങൾക്ക് നേരെ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ ഒരു കാര്യത്തിന് ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട്, എന്തോ ഒരു വഴിയിൽ കൂടെ പോകണമെന്നറിയാൻ നിങ്ങൾ ബുദ്ധിമുട്ടിയിരിക്കുന്നു, അവിടെ വേണ്ടി ഒരു സപ്പോർട്ട് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ട്, എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് സപ്പോർട്ട് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം നിങ്ങളുടെ ആ ഒരു പ്രശ്നം അങ്ങനെ ഉള്ളതാണ്. ആ ഒരു പ്രശ്നത്തിന് ആ ഒരു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയേ തീരുള്ളൂ. ആ ഒരു സപ്പോർട്ട് ഇല്ലാതെ ആ ഒരു കാര്യം ഒരിക്കലും നേരെ ആവത്തില്ല. പക്ഷേ ആ ഒരു കാര്യം നേരെയാകുമ്പോൾ
നിങ്ങൾക്ക് അത്ഭുതം തോന്നും, ദൈവമേ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിലുള്ള വിശ്വാസം കുറച്ചും കൂടെ കൂടും. അതാണ് മിറാക്കിൾ എന്ന് പറയുന്നത്, യൂണിവേഴ്സിൻ്റെ ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് ഈ രീതിയിൽ നിങ്ങളെ ഈ ഒരു ചലഞ്ചേഴ്സിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. ചില സമയം നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കും, ദൈവമേ ഞാനിതിൽ എങ്ങനെ പുറത്തു വരും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന്. പക്ഷെ പെട്ടെന്ന് ആ ഒരു സാഹചര്യങ്ങൾ മാറുന്നു. അപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും, ദൈവമേ ഇത്രയും സാഹചര്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു, ഇത് എങ്ങനെ പെട്ടെന്ന് ഇല്ലാതായി എന്ന്. അതാണ് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് തന്നെ പോകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ചലഞ്ചേഴ്സ് വന്നിട്ടായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ബന്ധങ്ങൾ റിലേറ്റഡായിട്ട് നിങ്ങൾ വിഷമം അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് കുടുംബത്തിലുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗികളായി മാറിയിരിക്കുകയാണ്. ഇവിടെ മാരേജിൻ്റെ ആ ഒരു കാര്യമാണ് എങ്കിൽ മാരേജ് സിറ്റുവേഷനിൽ വളരെ മോശം അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടലോടുകൂടിയാണ് നിങ്ങളുടെ ഈ ഒരു മാരേജ് ലൈഫിൽ മോശം സാഹചര്യം നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു മൂന്നാമത്തെ വ്യക്തി കാരണം, അതായത് നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഒരു മൂന്നാമത്തെ വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫ് വളരെ മോശം അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. വളരെ കുറേ നാളായിട്ട് ഈ ഒരു അവസ്ഥ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴല്ല നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുറേ നാളായിട്ട് ഈ ഒരു അവസ്ഥ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ശാന്തമായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങളുടെ മാരേജ് ലൈഫ് വീണ്ടും നേരെയാകുന്നതാണ്. ഈ മൂന്നാമത്തെ വ്യക്തി നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണറിനും ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ സൃഷ്ടിച്ചത് അത് എല്ലാവർക്കും മനസ്സിലാകും. കാരണം ഇവരുടെ ആ ഒരു മുഖം മൂടി ഇവരായിട്ട് തന്നെ പുറത്ത് ഇടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ സ്വന്തം തെറ്റ് ഇവരാൽ തന്നെ പുറത്ത് വരും. കാരണം ചില വ്യക്തികളുണ്ട് ഓവർ കോൺഫിഡൻസിൽ ചില കാര്യങ്ങൾ ചെയ്യും, പിന്നെയാണ് അവർക്ക് മനസ്സിലാവുന്നത് അയ്യോ ഞാൻ എൻ്റെ കൊണ്ട് തന്നെ തെറ്റ് ചെയ്തല്ലോ എന്ന്. ഇവിടെ ഇവരുടെ ശത്രു ഇവർ തന്നെ ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ സ്വയം തന്നെ ഇവരുടെ ആ ഒരു മുഖം മൂടി അഴിച്ച് വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് മോശം സിറ്റുവേഷനാണ് ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, അതായത് അധികാരം നിങ്ങളുടേതാണ് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു അധികാരം ഇല്ലാത്ത അവസ്ഥ, അതാണ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന അവസ്ഥ. നിങ്ങളുടെ അധികാരം യൂസ് ചെയ്യുന്ന വേറൊരു വ്യക്തി, നിങ്ങൾക്ക് ആ അധികാരമില്ല. അപ്പോൾ ഈ ഒരു മോശം സിറ്റുവേഷനിൽ ഉറപ്പായിട്ടും നിങ്ങൾ പുറത്ത് വരിക തന്നെ ചെയ്യുന്നതാണ്. നിങ്ങളുടെ വാല്യൂ കൂടുന്നതായിട്ടും ഏതോ ഒരു വ്യക്തിയുടെ കള്ളത്തനം പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ നല്ല ആ ഒരു സ്വഭാവം എന്താണോ അത് എല്ലാവരും അറിയുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നമ്മുടെ സ്വന്തം ആൾക്കാരെ നമ്മളെ മനസ്സിലാക്കാതെ വരുമ്പോൾ നമുക്ക് എന്തുമാത്രം വിഷമമായിരിക്കും ഉണ്ടാവുക അല്ലേ. അതേ സെയിം സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു സ്വന്തം ആൾ നിങ്ങളെ മനസ്സിലാക്കുക തന്നെ ചെയ്യും. ഇതാണ് പറയുന്നത്, പുറത്തുള്ള ആൾക്കാരുടെ ഇടപെടൽ നമ്മളുടെ ഫാമിലിയിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു വിഷമമെന്ന് പറയുന്നത് സഹിക്കുന്നതിന് അപ്പുറമായിരിക്കും. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു പ്രശ്നം ഉറപ്പായിട്ടും സോൾവ് ആകുന്നതാണ്. ഈ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം ഈ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ മനസ്സിലാക്കും. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നേരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് നേരെയോ എന്തോ ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആരാണോ അവരുടെ മേലെ എന്തോ ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഉറപ്പായിട്ടും അതിലും ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. ഇവിടെ ഇവർ ആഗ്രഹിച്ചത് നിങ്ങൾക്കിടയിൽ വഴക്കുകൾ ഉണ്ടാവണം, അതിനുവേണ്ടി ഇവർക്ക് എന്ത് ചെയ്യാം അതിനു വേണ്ടിയാണ് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തിയുടെ യഥാർത്ഥ മുഖം അറിയാൻ പോവുകയാണ് എല്ലാവരും. കുറേ ആൾക്കാരുടെ ലൈഫിൽ ഈ ഒരു കാര്യം നടന്നിട്ടുണ്ട്, ഇനി നടക്കാത്തവരുടെ ലൈഫിൽ ഉറപ്പായിട്ട് ഇത് നടക്കാനും പോവുകയാണ്. കള്ളം ചെയ്തവർ എന്തായാലും എല്ലാവരുടെയും മുന്നിൽ വരിക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ എന്ത് സത്യം പറഞ്ഞാലും ഈ ഒരു വ്യക്തി വിശ്വസിക്കത്തില്ല, പക്ഷെ പുറത്തുള്ള ആൾക്കാർ എന്ത് സത്യം പറഞ്ഞാലും വിശ്വസിക്കും. അവർ പറയുന്നതിന് വാല്യൂ കൊടുക്കും, നിങ്ങളുടെ വാക്കുകൾക്ക് വാല്യൂ കൊടുക്കത്തില്ല. അപ്പോൾ ഇതിലെല്ലാം ഒരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാകും. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യും, യൂണിവേഴ്സിൽ വിശ്വസിക്കുക, യൂണിവേഴ്സ് ഉറപ്പായിട്ടും ഇതിലൊരു ചേഞ്ച് കൊണ്ടുവരും. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വാല്യൂ കുറച്ച് കാണരുത്, നിങ്ങൾക്ക് വാല്യൂ ഉണ്ട്, നിങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെ ചിന്തിക്കുക.
നിങ്ങളുടെ ലൈഫിൽ ചില ആൾക്കാർ കാരണം നിങ്ങൾക്ക് ഒത്തിരി ഇമോഷണൽ ലോസ് ഉണ്ടായി. അതായത് ഇമോഷണൽ ആവേണ്ടി വന്നു. ചില പുറത്തുള്ള ആൾക്കാർ കാരണം, അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരുടെ ഇടപെടൽ കാരണം, വീട്ടിലുള്ള ആൾക്കാർ നിങ്ങളോട് വളരെ ടോക്സിക് ആയിട്ട് പെരുമാറിയപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് വിഷമിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഒത്തിരി വിഷമം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഏത് വ്യക്തിയോടാണോ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നത്, ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അകൽച്ച വെക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ദേഷ്യം, മോശം വാക്കുകൾ, അബ്യൂസായിട്ടുള്ള വാക്കുകളെല്ലാം കേൾക്കേണ്ടി വന്നു. ഇവിടെ ഈ ഒരു പ്രശ്നം ചിലപ്പോൾ നിങ്ങൾ മുന്നേ നേരിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്ത് പ്രശ്നമായാലും അതിൽ നിന്ന് സ്വയം നിങ്ങൾ പുറത്തു വരുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ സ്വയം അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിലൊരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാകും. നിങ്ങൾ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. കുറച്ചും കൂടെ സ്ട്രോങ് ആവുകയും ചെയ്യും. ഇവിടെ വരാൻ പോകുന്ന അടുത്ത സമയങ്ങളിൽ നിങ്ങൾ എന്തോ ഒരു സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ വരെയല്ലേ, അപ്പോൾ വീട്ടുകാരെല്ലാവരും ഒത്തുകൂടി സെലിബ്രേഷൻ, എവിടെയെങ്കിലും യാത്ര പോവുക, അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കാം. ഇവിടെ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു മഹാപരിവർത്തനം, ഹാപ്പിനെസ്സിൻ്റെ ആ ഒരു മഹാപരിവർത്തനം ഉണ്ടാകാൻ പോവുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ ദുഃഖമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ വലിയൊരു ഹാപ്പിനെസ് ആയിരിക്കും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത്രയ്ക്കൊരു സന്തോഷം നിങ്ങൾക്ക് ലൈഫിൽ വരും. അതാണ് സെലിബ്രേഷൻ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫിഷിൻ്റെ ആ ഒരു എനർജി കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഫിഷിന് ആഹാരം കൊടുക്കുന്ന ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും ഫിഷിന് ആഹാരം കൊടുക്കുന്ന വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ കാണൂ. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഫിനാൻഷ്യൽ മെറ്റീരിയൽ ചേഞ്ചസ് ഉണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങൾ നല്ല ഒരു സുഖസൗകര്യത്തിന് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ നിങ്ങൾ 4 വീലറോ അല്ലെങ്കിൽ 2 വീലറോ എന്തോ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ രീതിയിൽ എന്തോ വാങ്ങിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർ. അതായത് നിങ്ങൾ സ്വയം ഇങ്ങനെ ചിന്തിക്കുന്നു, എൻ്റെ പൈസ കൊണ്ട് എന്തെങ്കിലും ഒരു സാധനമെങ്കിലും എന്നെ കൊണ്ട് വാങ്ങിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർ എന്തെങ്കിലും വസ്തു വാങ്ങിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തായാലും നിങ്ങളുടെ പൈസ കൊണ്ട് നിങ്ങൾ എന്തോ വാങ്ങിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ വാങ്ങിക്കുന്നതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് കുറച്ചും കൂടെ ബൂസ്റ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലുള്ള ഒരു വ്യക്തി ഒരിക്കലും തളർന്നു പോകത്തില്ല. അവരുടെ മുന്നിൽ ചലഞ്ചേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതെല്ലാം അവർ ഫേസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇവർ അനുഭവിക്കുന്ന ചലഞ്ചസ് ഇവർക്ക് മാത്രമേ സഹിക്കാൻ പറ്റൂ. പക്ഷേ ഇവരുടെ സ്ഥാനത്ത് വേറൊരു വ്യക്തി ചിലപ്പോൾ സഹിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള ചലഞ്ചസ് ആയിരിക്കും ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. കാരണം ചില സമയങ്ങളിൽ നിങ്ങളുടെ സാഹചര്യം അതേപോലെയാണ്. അതായത് നിങ്ങളുടെ ആ ഒരു കാൽവയ്പ് പിറകിലോട്ടാക്കും. അതായത് ഒരു അടി പോലും വയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൊണ്ടെത്തി. പക്ഷേ നിങ്ങൾ എന്നിട്ട് മുന്നോട്ട് പോകും. ഇവിടെ നിങ്ങളുടെ ബർത്ത്ഡേ 5-ാം തീയതി ആണെങ്കിലോ അല്ലെങ്കിൽ 15-ാം തീയതി ആണെങ്കിലോ ഇവിടെ 25-ാം തീയതി ആയാലോ 5 നമ്പർ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീഡ് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കൂടെ സ്ഥിതിയും ഇങ്ങനെ തന്നെ സംഭവിക്കുക. അതായത് നിങ്ങൾക്ക് ആ ഒരു സ്ഥിതി ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ അവസ്ഥയിൽ കൊണ്ടെത്തിക്കും നിങ്ങളെ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം വളരെ കുറവാണ് എന്ന് തോന്നും. പക്ഷേ സ്ഥിതികൾ ക്രിയേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് തനിയെ തന്നെ ആത്മവിശ്വാസം വരികയും നിങ്ങൾ ആ സ്ഥിതിയിൽ നിന്ന് പുറത്ത് വരികയും ചെയ്യും. അതാണ് ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാരുടെ മെയിൻ ക്യാരക്ടർ. ഇവിടെ എന്തായാലും നല്ല ഒരു പർച്ചേസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തോ ഒരു സാധനം. അതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ 5 ആഴ്ചയ്ക്കുള്ളിൽ ചിലപ്പോൾ ഈ ഒരു കാര്യം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു, അത് നോക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കുന്നതായിട്ട്, വസ്തു വാങ്ങിക്കുന്നതായിട്ട്, 2 വീലർ 4 വീലർ വാങ്ങിക്കുന്നതായിട്ട്, ഇവിടെ ഈ ഒരു കാര്യം വാങ്ങിക്കാൻ വേണ്ടി ആരുടെയോ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് അവർ അവരുടേതായ രീതിയിൽ ഒരു അഭിപ്രായം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കാം. കൂടുതൽ കുടുംബത്തിലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ല ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്. എന്തായാലും ഇവിടെ ഇമോഷണൽ ലോസ് എന്താണോ നിങ്ങൾക്ക് സംഭവിച്ചത് അതിനെ നികത്താൻ വേണ്ടിയാണ് ഈ ഒരു സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ ആ ഒരു ഇമോഷണൽ ലോസിൽ നിന്ന് മാറി നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു സന്തോഷമില്ല അതിലേക്ക് മാറാൻ വേണ്ടി ദൈവം മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്.
ഇത് നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കാൻ വേണ്ടിയുള്ള ആ ഒരു തുടക്കം ദൈവം കുറിച്ച് കഴിഞ്ഞു. അതായത് ഈ ഒരു മാസം അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അത് കുറച്ചായാലും നിങ്ങളുടെ ലൈഫിൽ പരിവർത്തനം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഭാവത്തിൽ എപ്പോഴും ഇരിക്കുക. അതായത് എപ്പോഴും യൂണിവേഴ്സിനോട് നന്ദി പ്രകടിപ്പിക്കുക. ഒരു ടവർ മൂവ്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്കൊരു പരിവർത്തനം ലഭിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് ഒരു പുഷ് കിട്ടി നിങ്ങൾ നല്ല ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ട്. ഇവിടെ എന്ത് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ലഭിക്കുന്നുണ്ടെങ്കിലും യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് അതിനെല്ലാം നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യണം ദൈവത്തിനോട്. അല്ലാതെ എനിക്ക് അത് കിട്ടിയില്ലല്ലോ ഇത് കിട്ടിയില്ലല്ലോ എന്നൊരിക്കലും പറയരുത്. ഇതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഹിഡൻ കാര്യം യൂണിവേഴ്സിന് ഉണ്ടാകും. അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്നത്. അങ്ങനെ വിചാരിക്കുക. ചില സമയം നമ്മുടെ ലൈഫിൽ ഒരു ജാക്ക്പോട്ട് പോലെ പല കാര്യങ്ങളും സംഭവിക്കും. അതിനു വേണ്ടി ആദ്യം ദൈവം നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും സന്തോഷം തരും, എന്നിട്ടായിരിക്കും വലിയ സന്തോഷം തരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. ചില സമയം യൂണിവേഴ്സ് നമ്മളെ ടെസ്റ്റ് ചെയ്യും. ചെറിയ സന്തോഷം എന്നിട്ട് നമ്മളുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കും. അപ്പോൾ നമ്മളുടെ റിയാക്ഷൻ നല്ലതാണെങ്കിൽ ദൈവം ഉറപ്പായിട്ടും വീണ്ടും നല്ല വലിയ സന്തോഷം നമുക്ക് തരും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യണമെന്ന് പറയുന്നത്. ഇവിടെ ചില ആൾക്കാർ ഇങ്ങനെ തലയിൽ കൈയും വെച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ലൈഫിൽ നല്ലതൊന്നും സംഭവിക്കുന്നില്ല എന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഏഞ്ചൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ കിട്ടുന്ന സൈൻ അത് എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല. നിങ്ങൾക്ക് മാത്രം കിട്ടുന്ന കാര്യമാണ്. അത് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കാണാൻ സാധിക്കുന്നതും നിങ്ങൾക്ക് ആ ഒരു സൈൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം കാണുന്നു, അത് നിങ്ങൾക്ക് കണക്റ്റ് ആകുന്നു, ഇത് ഉറപ്പായിട്ട് എൻ്റെ ജീവിതം സംഭവിക്കുന്നു. ഇതേ സെയിം വിഷയം നിങ്ങൾ മറ്റൊരാളുടെ റീഡിങ്ങിൽ കാണുന്നു ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, ദൈവം നിങ്ങളോട് പറയുന്നതാണ് ഈ ഒരു കാര്യമെന്ന്. അല്ലെങ്കിൽ റാൻഡം ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക ആരെയെങ്കിലും, എന്നിട്ട് അവരുടെ റീഡിങ് നോക്കൂ. അവരുടെ റീഡിങ്ങിലും ഇതേ സെയിം കാര്യമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ വിചാരിക്കുക യൂണിവേഴ്സ് നിങ്ങളോട് ഇതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വീഡിയോ കാണുന്നു, അതിലും ഈ സെയിം മെസ്സേജാണ് വരുന്നത് എങ്കിൽ കൺഫർമേഷനായിട്ട് അത് വിശ്വസിക്കുക. അതായത് ദൈവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നല്ലതാവാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ അവെയറായിട്ട് ഇരിക്കാനാണ് ദൈവം പറയുന്നത്. ഇനി ഒരിക്കലും നിങ്ങൾ ഒരിടത്തും ഗീവ് അപ്പ് ചെയ്യാൻ പാടില്ല. ഇത്രയും ഫൈറ്റ് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾ തളർന്നു പോയി എന്ന് പറഞ്ഞ് ഇരിക്കാൻ പാടില്ല. മുന്നോട്ട് നിങ്ങൾ ജീവിക്കണം. രോഗം അത് നിങ്ങളുടെ ലൈഫിൽ ഇനി ഉണ്ടാവത്തില്ല. അതായത് രോഗം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവത്തില്ല. നിങ്ങളുടെ ആ ഒരു ആരോഗ്യം നല്ലതാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ ആ ഒരു ശബ്ദത്തിൻ്റെ പ്രഭാവം, അതായത് നിങ്ങൾ ഒന്ന് പറയുന്നു, മറ്റുള്ളവർ ചിന്തിക്കുന്ന വേറൊന്ന്, അതിലൊരു മാറ്റം ഉണ്ടാകും. നിങ്ങൾ പറയുന്നത് കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇനി ആരോടും വഴക്കിടാനുള്ള ആ ഒരു സാഹചര്യം നിങ്ങളായിട്ട് ഉണ്ടാക്കത്തില്ല. കാരണം നിങ്ങൾക്ക് അതിനോട് താല്പര്യമില്ലാത്ത അവസ്ഥയായിരിക്കും ഇനി അങ്ങോട്ട്. നിങ്ങൾ സമാധാനമായിരിക്കും ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ വഴക്കൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ഫസ്റ്റ്, ആരോഗ്യം നല്ലതാവും. 2, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകും. 3, സമാധാനം നിങ്ങൾ ആഗ്രഹിക്കും. ഇനി ഏതെങ്കിലും ശത്രു ഒളിച്ചിരിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലെങ്കിൽ അവർ സ്വയം പുറത്ത് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് അവർ സ്വയം അവരുടെ ആ മുഖംമൂടി പുറത്ത് കാണിക്കും നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ഈ ഒരു മിറാക്കിൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും, നിങ്ങൾ കാണുകയും ചെയ്യും. ഒരു വൃക്ഷത്തിൻ്റെ എനർജി നിങ്ങൾക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഗ്രീൻ കളർ വസ്ത്രം കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഹാർട്ട് ചക്ര ഓപ്പണിങ്ങിൻ്റെ ആ ഒരു എനർജിയാണത്. എല്ലാ വീഡിയോയിലും പറയുന്നതാണ് വിഘ്നേശ്വരന് ഒരു ഏലക്ക വച്ചിട്ട് അത് കഴിക്കാനായിട്ട്. അത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചായയുടെ കൂടെയോ എങ്ങാനും നാരങ്ങ വെള്ളത്തിൻ്റെ കൂടെയോ എങ്ങാനും അതിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ കൂടുതലായിട്ട് ധരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ. നമുക്കൊരിക്കലും പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കാൻ പറ്റത്തില്ല. ഒരു കർച്ചീപ്പായാലും നമ്മുടെ കയ്യിൽ വച്ചിരുന്നാൽ മതി. ഇവിടെ നിങ്ങൾ ദുർഗാ കവചം, ഗായത്രി മന്ത്രം അല്ലെങ്കിൽ അമ്മയുടെ എന്ത് മന്ത്രമാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ആ മന്ത്രങ്ങൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. കൂടാതെ പല നഷ്ടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ചിട്ടുമുണ്ട്. നിങ്ങൾ എപ്പോൾ തൊട്ടാണോ ദുർഗാ ചാലീസ് അല്ലെങ്കിൽ ദുർഗാ കവചം അങ്ങനെ ദുർഗാ അമ്മയുടെ എന്താണോ ദേവി മഹാത്മ്യമൊക്കെ നിങ്ങൾ വായിക്കത്തില്ലേ, ദേവി കവചമൊക്കെ നിങ്ങൾ വായിക്കത്തില്ല, അതൊക്കെ എപ്പോഴാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അപ്പം തൊട്ട് നിങ്ങളുടെ ലൈഫിൽ സ്ട്രഗിൾ കുറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ശത്രുക്കൾ മനഃപൂർവ്വമായിട്ട് നിങ്ങളിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട്. കാരണം അവർക്ക് പറ്റുന്നില്ല. കാരണം അമ്മയുടെ ആ ഒരു ശക്തി നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർ സ്വയം ഒഴിഞ്ഞു മാറിപ്പോകുന്നു. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് 5-4 മാസത്തിനുള്ളിൽ.
നിങ്ങൾ ഒരിക്കലും ഒരു ടെൻഷനും അടിക്കേണ്ട. അമ്മയുടെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേലുണ്ട്. നിങ്ങൾ മൗനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.